പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബെഞ്ചിന്റെ താഴെ PSC ക്ലാസ്സിലെ ബുക്ക് വെച്ച് പഠിച്ചതിന് ഞാൻ നല്ല രീതിക്ക് ചീത്ത കൊണ്ടിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു കേട്ടോ. സാറിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. സാറിന്റെ സ്ഥലത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ ക്ലാസ്സിൽ നിന്ന് വെളിയിൽ ഇറക്കിയേനെ. സാർ എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്റെ മനസ്സിൽ നല്ല രീതിക്ക് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. സാറ് പറഞ്ഞത് കേട്ട് സഹിക്കാൻ വയ്യാണ്ട് ഞാനും തിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിനോട്. പക്ഷെ ക്ലാസ് കഴിഞ്ഞപ്പോ എനിക്കത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ സോറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ പഠിച്ചത് കൊണ്ട് ഒരു നിലയിൽ എത്താൻ പോണില്ല എന്ന രീതിയിൽ വർത്താനം പറഞ്ഞപ്പോഴേക്കും എനിക്ക് അന്ന് വിഷമമായിട്ടുണ്ടായിരുന്നു. 3rd ഇയർ കഴിയുന്നതിന് മുന്നേ എനിക്ക് ജോലി കിട്ടിയതിന്റെ ട്രീറ്റ് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരിക്കലും സാറിനെ കുറ്റം പറയത്തില്ലായിരുന്നേ. PSC തലിക്ക് പിടിച്ച് പ്രാന്ത് പിടിച്ചിരുന്ന സമയത്ത് ഞാൻ നേരെ ചൊവ്വേ ക്ലാസ്സിന് പോലും പോകത്തില്ലായിരുന്നു. വീട്ടിലെ നിർബന്ധം കൊണ്ടാണ് ഡിഗ്രിക്ക് പോയി ചേർന്നത്. കാരണം ഡിഗ്രി ഇക്കാലത്ത് അത്യാവശ്യമാണ്. പക്ഷെ എന്റെ കുഞ്ഞു മനസ്സിൽ അന്ന് ഒരു ജോലി വേണമെന്ന് തന്നെയായിരുന്നു കേട്ടോ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഞാൻ ഡിഗ്രി ക്ലാസ്സിനൊന്നും പോകാതെ മാക്സിമം PSC പഠിത്തം തന്നെയായി. നമ്മുടെ PSC ക്ലാസ്സിൽ അത്യാവശ്യം നല്ല രീതിക്ക് പോർഷൻ പഠിച്ചിട്ട് വരാൻ വേണ്ടി തന്നു വിടുവായിരുന്നേ. അപ്പൊ ഞാൻ വീട്ടിലിരുന്ന് അത് പഠിക്കാൻ ശ്രമിക്കത്തില്ല. കാരണം വീട്ടിലിരുന്ന് ഞാൻ വേറെ പുറത്തെ കാര്യങ്ങൾ പഠിക്കും, വേറെ ബുക്ക് എടുത്ത് പഠിക്കും. എന്നിട്ട് ഈ പോർഷൻ ഞാൻ എൻ്റെ കോളേജിൽ വന്നിരുന്നിട്ടാണ് പഠിക്കാറുള്ളത്. കാരണം നമ്മൾ മാക്സിമം മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ ശ്രമിക്കത്തുള്ളൂ. ആ സമയത്ത് PSCയുടെ ആ ഒരു ഇതിലേക്ക് ട്രാക്കിലേക്ക് വന്നവർക്ക് മനസ്സിലാകുവേ. ക്ലാസ്സിൽ സ്ഥിരം പഠിക്കാൻ വരാത്ത കുട്ടികളെ ഏത് ടീച്ചർക്കാണ് ഇഷ്ടമാകുന്നത്? അതും സ്വന്തം ക്ലാസ് ടീച്ചർ ആകുമ്പോ പിന്നെ പറയേ വേണ്ട. ഏതെങ്കിലും PSC എക്സാം അടുത്തുണ്ടെങ്കിൽ ഞാൻ അതിനോടനുബന്ധിച്ച് ഒരു 1.5 മാസത്തോളം ലീവ് എടുക്കാറുണ്ട് കേട്ടോ. അതൊക്കെ കൊണ്ടുള്ള ദേഷ്യം ഉണ്ടായിരുന്നായിരിക്കും സാർക്ക്. അതുകൊണ്ടാണ് അന്ന് അത്ര എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നത്.